ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പിൽ നിന്ന് സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇറങ്ങുകയാണ്. ഉച്ചതിരിഞ്ഞ് 2:30 നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡാണ് എതിരാളികൾ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഉറപ്പിച്ച ഇന്ത്യയും ന്യൂസിലാൻഡും മുഖാമുഖമെത്തുന്നത് സമ്പൂർണ്ണ ജയവും ഗ്രൂപ്പ് ചാമ്പ്യൻ പട്ടവും മോഹിച്ച്. ബംഗ്ലാദേശിനെതിരെയും പാകിസ്ഥാനെതിരെയും 6 വിക്കറ്റിനായിരുന്നു രോഹിത് ശർമ്മയുടെയും സംഘത്തിന്റെയും ജയം. ന്യൂസിലാൻഡ് പാകിസ്ഥാനെ 60 റൺസിന് തകർത്തപ്പോൾ ബംഗ്ലാദേശിനെതിരെ 5 വിക്കറ്റിന്റെ ആധികാരിക ജയം. ഇരു ടീമുകൾക്കും ഇതാ സെമിക്ക് മുമ്പ് പിഴവുകളെല്ലാം പരിഹരിക്കാനും പരീക്ഷണങ്ങൾക്കുമുള്ള അവസരം. രോഹിത് ശർമ്മയ്ക്ക് പരിക്കേറ്റെന്നും ശുഭമാൻ ഗിൽ അസുഖബാധിതനെന്നും റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇരു താരങ്ങളും നെറ്റ്സിൽ പരിശീലനത്തിനെത്തിയത് ആരാധകർക്ക് ആശ്വാസവാർത്തയാകുന്നു. ഇവരിൽ ആർക്കെങ്കിലും വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ ഋഷഭ് പന്ത് ആദ്യ 11-ലെത്തും. ഇതുപോലെ ബൌളിംഗിൽ മുഹമ്മദ് ഷമിക്കും കുൽദീപ് യാദവിനും വിശ്രമം അനുവദിച്ച ഹർഷ്ദീപ് സിംഗിനും വരുൺ ചക്രവർത്തിക്കും അവസരം നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ആദ്യ 2 കളികളിലും ഓൾറൗണ്ട് മികവിലായിരുന്നു ന്യൂസിലാൻഡിന്റെ ജയം. രജിൻ രവീന്ദ്രയും ടോം ലാദവുമാണ് ബാറ്റിംഗ് നിരയിലെ താരങ്ങൾ. ക്യാപ്റ്റൻ മിച്ചൽ സന്നർ ബൌളിംഗ് നിരയെ മുന്നിൽ നിന്നും നയിക്കുന്നു. അതേസമയം 2 മത്സരങ്ങളിൽ വെറും 6 റൺസ് മാത്രം കണ്ടെത്താനായ കെയ്ൻ വില്യംസന്റെ ഫോമിൽ മാത്രമാണ് കിവികളുടെ ആശങ്ക. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരേ ഒരു തവണ ഏറ്റുമുട്ടിയതിൽ ന്യൂസിലാൻഡിനായിരുന്നു ജയം. എന്നാൽ സമീപകാലത്ത് മുഖാമുഖമെത്തിയപ്പോഴെല്ലാം ഇന്ത്യയുടെ ആധിപത്യമായിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24.